നമ്മൾ ഖുർആനിൻ്റെ ഹൃദയമാണ് തുറന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആനിൻ്റെ ഹൃദയം എന്ന വിശേഷണമുള്ള യാസീൻ എന്ന ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ അധ്യായം. അതിലെ 12 വാക്യങ്ങളാണ് നമ്മൾ ആദ്യ ഭാഗത്ത് ചർച്ച ചെയ്തത്. ആ 12ാമത്തെ വാക്യം ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. നിശ്ചയമായും നാം മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു, അവർ മുമ്പ് ചെയ്തു വെച്ചതും അവരുടെ പ്രവർത്തന ഫലങ്ങളും നാം രേഖപ്പെടുത്തുന്നുമുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തമായ രേഖയിൽ നാം കണക്കാക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ 2 രേഖകളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, നേരത്തെ എല്ലാം തീരുമാനിച്ച് ഒരു വലിയ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുത്തും കോമയും വ്യത്യാസമില്ലാതെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുക. അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ രണ്ടാമത് ഒരു രേഖപ്പെടുത്തലും കൂടെ ഉണ്ട്. ഓരോരുത്തരുടെയും തോളിൽ മലക്കുകൾ ഇരുന്നിട്ട് രേഖപ്പെടുത്തും എന്നാണ് പറയുന്നത്. ഈ 2 രേഖപ്പെടുത്തലും ഒരു സർവജ്ഞാനിയായ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ലാത്ത കാര്യമാണ് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. ഈ ആയത്ത് ഇറങ്ങിയതിൻ്റെ ഒരു സബബുൻ നുസൂൽ കൂടെ ഉണ്ട്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. ആ സബബുൻ നുസൂൽ എന്താണെന്ന് വെച്ചാൽ, ആദ്യകാലത്ത് മുഹമ്മദും അനുയായികളും നിസ്കരിക്കുകയും ഖുർആൻ ഓതുകയും ഒക്കെ ചെയ്തിരുന്ന സ്ഥലത്തേക്ക് മുഹമ്മദിൻ്റെ കൂടെയുള്ള ആളുകൾ അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്നും നടന്നു വന്ന് ഒത്തുകൂടുകയായിരുന്നു. അങ്ങനെ വളരെ ദൂരെ താമസിച്ചിരുന്ന ഒരാൾ താൻ താമസം തന്നെ ഇങ്ങോട്ട് മുഹമ്മദ് താമസിക്കുന്നതിൻ്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ ഇവർ പ്രാർത്ഥന നടത്തുന്ന സ്ഥലത്തിൻ്റെ അടുത്തേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു എന്നാണ്. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നാണ് സബബുൻ നുസൂലിൽ പറയുന്നത്. കാരണം അങ്ങനെ താമസം മാറുമൊന്നും വേണ്ട, അവിടുന്ന് ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഓരോ അടിയും ഇത്ര അടി നടന്നിട്ടാണ് നിസ്കരിക്കാൻ വന്നത് എന്ന് മലക്ക് എഴുതി വെക്കും. അങ്ങനെ എഴുതി വെക്കുമ്പോൾ ഓരോ അടിക്കും പ്രത്യേകം കൂലി കിട്ടും. അതുകൊണ്ട് ആരും പള്ളീൻ്റെ അടുത്തേക്ക് താമസം മാറ്റുമൊന്നും വേണ്ട. എത്ര ദൂരെ നിന്നാണോ വരുന്നത് ആ ദൂരത്തിനനുസരിച്ച് അവർ നടക്കുന്ന ദൂരത്തിൽ നടക്കുന്ന സ്റ്റെപ്പിനും അനുസരിച്ച് കൂലി കൂടുതൽ കിട്ടും എന്ന് പറയാൻ വേണ്ടിയിട്ടാണത്രേ ഈ ആയത്തിറങ്ങിയത്. അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയത്. ഇനി ഒരു കഥയാണ് പറയാൻ പോകുന്നത്. ആ കഥയെക്കുറിച്ച് ഞാനൊരു ആമുഖം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഈ കഥയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, ഇതുവരെ മുഹമ്മദ് മക്കയിൽ പറഞ്ഞുകൊണ്ടിരുന്ന കഥകളെല്ലാം തന്നെ മക്കക്കാർക്ക് കേട്ട് പരിചയമുള്ള ചില കഥകളായിരുന്നു. പ്രാദേശികമായിട്ടുള്ള ചില മുത്തശ്ശി കഥകളും അതുകൂടാതെ ബൈബിളിലെ ബാബിലോണിയിൽ നിന്ന് പകർന്നു വന്നിട്ടുള്ള മുത്തശ്ശി കഥകളും ഒക്കെയാണ് മുഹമ്മദ് മാറി അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി പറയാൻ പോകുന്ന കഥ അറബികളാരും കേട്ടിട്ടില്ലാത്ത, മക്കക്കാരും കേട്ടിട്ടില്ലാത്ത ഒരു കഥയായിരുന്നു. ഈ കഥയ്ക്ക് ആധാരമായിട്ടുള്ള സംഭവം എന്താണ്, ഇതിൽ ഉദ്ദേശിക്കുന്ന ആളുകൾ ആരാണ് എന്ന കാര്യത്തിൽ മുഫസ്സിറുകൾ ഇരുട്ടിൽ തപ്പുന്നതിൻ്റെ രസകരമായ ഒരു കഥ കൂടിയുണ്ട്. അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ വിശദീകരിക്കുന്നതാണ്. ഞാൻ ആദ്യം ആ കഥയൊന്ന് വായിക്കാം. താങ്കൾ അവർക്ക് ആ നാട്ടുകാരുടെ ഒരു ഉദാഹരണം വിവരിച്ചു കൊടുക്കുക. അവിടെ ദൂതന്മാർ ചെന്നു, അതായത് അവരുടെ അടുക്കലേക്ക് നാം 2 ആളെ അയച്ചു. അപ്പോൾ ആ 2 പേരെയും അവർ നിഷേധിച്ചു. തത്സമയം 3-മതൊരാളെ കൊണ്ട് നാം അവർക്ക് പ്രാബല്യം നൽകി. എന്നിട്ട് അവർ പറഞ്ഞു, നിശ്ചയമായും ഞങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കപ്പെട്ട ദൂതന്മാരാകുന്നു. ആ നാട്ടുകാർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ മാത്രമാണ്. കരുണാനിധിയായ അള്ളാഹു ഒന്നും തന്നെ അവതരിപ്പിച്ചിട്ടുമില്ല. നിങ്ങൾ പറയുന്നത് കള്ളം മാത്രമാണ്. അവർ പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവിനറിയാം, നിശ്ചയം ഞങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കപ്പെട്ടവർ തന്നെയാണ് എന്ന്. സ്പഷ്ടമായ സന്ദേശം എത്തിക്കലല്ലാതെ ഞങ്ങൾക്ക് യാതൊരു ബാധ്യതയുമില്ല. അവർ പറഞ്ഞു, നിങ്ങൾ കാരണമായി നിശ്ചയമായും ഞങ്ങൾ അവലക്ഷണത്തിലായിരിക്കുന്നു. നിങ്ങൾ വിരമിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ എറിയുകയും നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് വേദനാജനകമായ ശിക്ഷ അനുഭവപ്പെടുകയും ചെയ്യും തീർച്ച. ദൂതന്മാർ പറഞ്ഞു, നിങ്ങളുടെ അവലക്ഷണം നിങ്ങൾ ഒന്നിച്ചു തന്നെയാണുള്ളത്. നിങ്ങൾക്ക് ഉപദേശം നൽകപ്പെട്ടതുകൊണ്ടാണോ? പക്ഷേ നിങ്ങൾ അതിരുവിട്ട ഒരു ജനതയാണ്. ആ പട്ടണത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരു പുരുഷൻ ഓടി വന്നു. അയാൾ പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ ഈ ദൂതന്മാരെ പിൻപറ്റുക. അതായത് നിങ്ങളോട് യാതൊരു പ്രതിഫലവും ആവശ്യപ്പെടാത്തവരെ നിങ്ങൾ പിൻപറ്റുക. അവരാകട്ടെ സന്മാർഗചാരികളുമാണ്.
എന്നെ സൃഷ്ടിച്ചവന് ഞാൻ ആരാധന ചെയ്യാതിരിക്കുവാൻ എനിക്കെന്ത് ന്യായമാണുള്ളത്? അവങ്കലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുന്നതും. അവന് പുറമേ മറ്റു വല്ല ഇലാഹുകളും ഞാൻ സ്വീകരിക്കുകയോ? കരുണാനിധിയായ അള്ളാഹു എനിക്ക് വല്ല വിഷമത്തെയും ഉദ്ദേശിക്കുന്ന പക്ഷം ആ ഇലാഹുകളുടെ ശുപാർശ എനിക്കൊട്ടും പ്രയോജനപ്പെടുകയില്ല, അവരെന്നെ രക്ഷപ്പെടുത്തുകയുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പക്ഷം നിശ്ചയമായും ഞാൻ സ്പഷ്ടമായ ദുർമാർഗത്തിൽ തന്നെയായിരിക്കും. നിങ്ങളുടെ രക്ഷിതാവിൽ ഞാൻ വിശ്വസിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. അതിനാൽ എൻ്റെ വാക്ക് നിങ്ങൾ കേട്ടുകൊള്ളുക. നീ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക പറയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ രക്ഷിതാവ് എനിക്ക് പുറത്തു തന്നതിനെക്കുറിച്ചും എന്നെ മാന്യന്മാരുടെ കൂട്ടത്തിൽ ആക്കിയതിനെക്കുറിച്ചും എൻ്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. കഥ തീർന്നിട്ടില്ല. കഥയുടെ ബാക്കി ഭാഗങ്ങൾ ഞാൻ പിന്നീട് വായിക്കാം. ഇതുവരെ വായിച്ച കാര്യങ്ങളെ നമുക്കൊന്നുകൂടെ പരിശോധിച്ച് നോക്കാം. ഇവിടെ ഏതോ ഒരു ജനതയിലേക്ക് ഏതോ 2 ദൂതന്മാർ ആദ്യം വന്നു, പിന്നെ ഒരു ദൂതനും കൂടെ വന്നു. അങ്ങനെ 3 ദൂതന്മാർ വന്നു. അവരൊക്കെ തൗഹീദ് പറഞ്ഞു. എന്നിട്ടും നാട്ടുകാർ നിങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോ, നിങ്ങളെ ഞങ്ങൾ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്ന് പറഞ്ഞ് അവരെ ശകാരിച്ച് ഓടിക്കുകയും നിഷേധിക്കുകയും ചെയ്തു. അപ്പോൾ ഏതോ ഒരു ചങ്ങാതി ഓടിക്കരച്ച് വന്നിട്ട് ഇവർ പറയുന്നത് നിങ്ങൾ കേൾക്കണം, ഇവർ ദൂതന്മാർ തന്നെയാണ്, ഇവർ നിങ്ങളോട് പ്രതിഫലമൊന്നും ചോദിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ദൂതന്മാർ പോരാഞ്ഞിട്ട് വേറെ ഒരു സാധാരണക്കാരനും വന്നിട്ട് ദൂതന്മാർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തു. അപ്പോഴും അവരത് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, പിന്നെ ആ ഓടി വന്ന മനുഷ്യനെ നാട്ടുകാർ എറിഞ്ഞു കൊന്നു എന്നും ചവിട്ടിക്കൊന്നു എന്നൊക്കെ ഖുർആനിലില്ല. പക്ഷേ അങ്ങനെയാണ് പിന്നീടുള്ള ഖുർആൻ വാക്യങ്ങൾക്ക് മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ച് വെച്ചിട്ടുള്ളത്. എന്നാൽ ഇത് ഏത് നാട്ടിലാണ് ഈ സംഭവം നടന്നതെന്നോ, ആരാണ് ഈ 3 ദൂതന്മാരായിട്ട് വന്നത് എന്നോ, ഏത് ചങ്ങാതിയാണ് അതിൻ്റെ കൂട്ടത്തിലേക്ക് ഓടി വന്നിട്ട് ഇവർക്ക് വേണ്ടി റെക്കമെൻഡ് നടത്തിയത് എന്നോ ആർക്കും ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. ആദ്യകാലത്തെ ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത് ഇത് യേശുവിൻ്റെ കാലത്ത് യേശു അന്ത്യോക്യയിലേക്ക് പറഞ്ഞയച്ച 2-3 അപ്പോസ്തലന്മാരെ കുറിച്ചാണ് എന്നാണ്. എന്നാൽ ഇബ്നു കസീറിനെ പോലെയുള്ള മറ്റു വ്യാഖ്യാതാക്കൾ പറയുന്നത് യേശുവിൻ്റെ കാലത്ത് അങ്ങനെ അന്ത്യോക്യയിലേക്ക് വന്നിട്ടുള്ള ദൂതന്മാർക്ക് ഈ കഥയിൽ പറയുന്നത് പോലുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായതായിട്ട് ചരിത്രത്തിൽ എവിടെയില്ല, ബൈബിളിലും ഇല്ല. അതുകൊണ്ട് അതൊന്നുമല്ല ഇത് കഥ, ഇത് വേറെ ഏതോ ആണ് കഥ എന്നാണ് പറയുന്നത്. എന്തായാലും ഈ കഥ ആരെക്കുറിച്ചാണ്, എന്തിനെക്കുറിച്ചാണ്, ഏത് നാട്ടിലെ കഥയാണ് എന്നൊന്നും ഇന്ന് വരെ ഒരു തീരുമാനമായിട്ടില്ല, ആർക്കും ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. പക്ഷേ എന്താണ് ഇത് സംഭവം? ഈ സംഭവം എന്താണ് എന്ന് വരികൾക്കിടയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. കാരണം ഈ സംഗതികളൊക്കെ വരുന്നതിൻ്റെ ഒരു പശ്ചാത്തലം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. മുഹമ്മദിന് നേരിടേണ്ടി വന്ന ചില മിരട്ടലുകൾ മക്കയിൽ നിന്ന്, ആ മിരട്ടലുകളുടെ പശ്ചാത്തലത്തിൽ മുഹമ്മദ് എന്തൊക്കെയാണോ അവരിൽ നിന്ന് കേട്ടത്, ആ കേട്ടതിനെല്ലാം മറുപടി പറയാൻ വേണ്ടി നേരിട്ട് മറുപടി പറയുന്നതിന് പകരം ഇതുവരെ പറഞ്ഞ മുത്തശ്ശി കഥകളൊന്നും പോരാ എന്ന് തോന്നിയതുകൊണ്ട് മുഹമ്മദ് സ്വന്തമായി ഒരു മുത്തശ്ശി കഥ മെനഞ്ഞുണ്ടാക്കി ആ കഥയിലൂടെ മുഹമ്മദിന് മക്കക്കാരോട് പറയാനുള്ള മറുപടി, മുഹമ്മദിനെതിരായിട്ട് മുഹമ്മദിനെ മിരട്ടിക്കൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങൾക്ക്, മുഹമ്മദിനെ ഭീഷണിപ്പെടുത്തിയതിൻ്റെ കാര്യങ്ങൾക്കും മുഹമ്മദിന് പറയാനുള്ള മറുപടികൾ ഇങ്ങനെ ഒരു മുത്തശ്ശി കഥ മെനഞ്ഞുണ്ടാക്കി ആ കഥയിലൂടെ മുഹമ്മദ് പറഞ്ഞതാണ് എന്നാണ് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഇതിൽ പറയുന്ന ഇതിൻ്റെ ഉള്ളടക്കവും ഒക്കെ കൂടെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. താങ്കൾക്ക് ആ നാട്ടുകാരുടെ ഒരു ഉപമ വിവരിച്ചു കൊടുക്കുക. അവിടെ ദൂതന്മാർ ചെന്ന സന്ദർഭം, അതായത് അവരുടെ അടുക്കലേക്ക് 2 ആളെ അയച്ചു. അപ്പോൾ ആ 2 പേരെയും അവർ നിഷേധിച്ചു. തത്സമയം 3-മതൊരാളെ കൊണ്ട് നാം അവർക്ക് പ്രാബല്യം നൽകി. എന്നിട്ട് അവർ പറഞ്ഞു, നിശ്ചയമായും ഞങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കപ്പെട്ട ദൂതന്മാരാകുന്നു. ഇവിടെ അന്ത്യോക്യയിലേക്ക് യേശു പറഞ്ഞയച്ച അപ്പോസ്തലന്മാരോ ശിഷ്യന്മാരോ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ യേശു ദൈവമാണ് എന്ന് വരും. കാരണം അള്ളാഹു പറഞ്ഞയച്ച, ദൈവം പറഞ്ഞയച്ച ദൂതന്മാർ എന്നാണ് ഈ കഥയിൽ പറയുന്നത്. ഇവിടെ യേശു ആണ് പറഞ്ഞയക്കുന്നത്. അവർ പ്രവാചകന്മാരൊന്നും ആയിരുന്നില്ല, യേശുവിൻ്റെ വെറും ശിഷ്യന്മാർ മാത്രമായിരുന്നു അവർ. അങ്ങനെയാണെങ്കിൽ യേശു ദൈവവും യേശു പറഞ്ഞയച്ച ശിഷ്യന്മാർ ദൂതന്മാരും ആയിട്ടാണ് ഈ കഥയിൽ വരിക.
അപ്പോൾ യേശു അള്ളാഹു ആണ് എന്ന് വരും. ഈ കഥയിലെ കഥാപാത്രങ്ങൾ യേശു അന്ത്യോക്യയിലേക്ക് പറഞ്ഞയച്ച ആൾക്കാരാണെങ്കിൽ. മാത്രമല്ല, അന്ത്യോക്യയിൽ ഈ പറയുന്നത് പോലുള്ള ഒരു ശിക്ഷ വരികയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു സംഭവങ്ങൾ നടക്കുകയോ ഒന്നും ഉണ്ടായതായിട്ട് എവിടെയും പറഞ്ഞിട്ടുമില്ല. ഇതാണ് ഇതിനെക്കുറിച്ച് മുഫസ്സിറുകളുടെ ഒരു അഭിപ്രായം. ഇനി ഞാൻ ഇതിനെക്കുറിച്ച് നമ്മുടെ മൗദൂദി ഒരു വിശദീകരണം നൽകുന്നുണ്ട്. മൗദൂദിയുടെ അഭിപ്രായം എന്താണെന്നും കൂടെ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഈ നാടുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിറിയയിലെ അന്ത്യോക്യ പട്ടണമാണെന്നും ഇവിടെ പറഞ്ഞ ദൂതന്മാർ ഈസാ നബി അവിടേക്കയച്ച പ്രബോധകന്മാരാണെന്നും പഴയകാല ഖുർആൻ വ്യാഖ്യാതാക്കൾ പൊതുവെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇവിഷയകമായി ഉദ്ധരിക്കപ്പെടുന്ന കഥയുടെ വിശദാംശങ്ങളിൽ അക്കാലത്ത് ഈ പ്രദേശങ്ങളിലെ രാജാവ് അന്തിയോക്കസ് ആയിരുന്നുവെന്ന് കാണാം. എന്നാൽ ഈ കഥയെല്ലാം ഇബ്നു അബ്ബാസ്, ഖത്താദ, ഇക്രിമ, അബുൽ അഹ്ബാർ, വഹബുബ്നു മുനബ്ബഹ് മുതലായ മഹാന്മാർ ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിലും അവരത് അവിശ്വസനീയമായ ക്രിസ്ത്യൻ റിപ്പോർട്ടുകളിൽ നിന്ന് എടുത്തതാണ് എന്ന് മാത്രമല്ല, ചരിത്രപരമായി നോക്കുമ്പോൾ തികച്ചും അടിസ്ഥാനരഹിതവുമാണ്. ഇത് നമ്മുടെ മൗദൂദിയാണ് പറയുന്നത്. ഖത്താദ, ഇക്രിമ, അബുൽ അഹ്ബാർ, ഇബ്നു അബ്ബാസ് തുടങ്ങിയ വലിയ വലിയ മുഫസ്സിറുകൾക്കൊക്കെ മണ്ടത്തരം പറ്റി എന്നാണ് നമ്മുടെ മൗദൂദി ഇവിടെ പറയുന്നത്. അന്ത്യോക്യയിൽ സലൂക്കി രാജവംശത്തിലെ 13 രാജാക്കന്മാർ അന്തിയോക്കസ് എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടിരുന്നു. ഈ നാമത്തിലുള്ള അവസാനത്തെ രാജാവിൻ്റെ ഭരണം മാത്രമല്ല, ഈ വംശത്തിൻ്റെ ഭരണം തന്നെ ക്രിസ്തുവിന് മുമ്പ് 65 അവസാനിച്ചിരുന്നു. ഈസായുടെ കാലത്ത് അന്ത്യോക്യ അടക്കം സിറിയ, പലസ്തീൻ പ്രദേശങ്ങൾ മുഴുവനും റോമക്കാരുടെ അധീനത്തിലായിരുന്നു. മാത്രമല്ല, ഈസാ നബിയുടെ അനുയായികളിൽ ആരെയെങ്കിലും പ്രബോധനത്തിനായി അന്ത്യോക്യയിലേക്ക് അയച്ചുവെന്ന് ആധികാരികമായ ഒരു ക്രൈസ്തവ രേഖയിൽ നിന്ന് തെളിയുന്നുമില്ല. മറിച്ച് ബൈബിളിലെ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന അധ്യായത്തിൽ നിന്ന് മനസ്സിലാകുന്നത് കുരിശു സംഭവത്തിൻ്റെ കുറച്ച് കൊല്ലങ്ങൾക്ക് ശേഷമാണ് ക്രൈസ്തവ മിഷനറിമാർ ആദ്യമായി അവിടെ എത്തിയത് എന്നത്രേ. അതിനാൽ അള്ളാഹു ദൂതന്മാരായി നിയോഗിക്കുകയോ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ദൗത്യമെത്തിക്കാൻ വേണ്ടി നിയമിക്കുകയോ ചെയ്യാതെ സ്വന്തം നിലക്ക് പ്രവർത്തനത്തിന് ഇറങ്ങിയവരെക്കുറിച്ച് ഒരു വ്യാഖ്യാന പ്രകാരവും അള്ളാഹുവിൻ്റെ ദൂതന്മാർ എന്ന് പറയാവതല്ല എന്ന് വ്യക്തം. കൂടാതെ ബൈബിൾ വിവരണപ്രകാരം ഇസ്രായേല്യരല്ലാത്തവർ വർദ്ധമാനമായ തോതിൽ ക്രിസ്തുമതം സ്വീകരിക്കുകയും ചർച്ചിന് അനിതര സാധാരണമായ വിജയം കൈവരുകയും ചെയ്ത ആദ്യത്തെ നഗരമാണ് അന്ത്യോക്യ. എന്നാൽ ഖുർആനിൽ പരാമൃഷ്ടമായ ഈ പട്ടണമാകട്ടെ പ്രവാചകന്മാരുടെ പ്രബോധനത്തെ തള്ളിക്കളയുകയും അവസാനം ദൈവശിക്ഷയ്ക്ക് ശരവ്യമാവുകയും ചെയ്ത ഒരു പ്രദേശമത്രേ. പ്രവാചക ദൗത്യം അംഗീകരിക്കാത്തതിനുള്ള ശിക്ഷ എന്ന് വ്യവഹരിക്കാവുന്ന ഇത്തരം ഒരു നാശവും അന്ത്യോക്യയെ ബാധിച്ചതിന് ചരിത്രത്തിൽ ഒരു തെളിവും ലഭിക്കുന്നുമില്ല. ഇക്കാരണങ്ങളാൽ ഈ പ്രദേശം കൊണ്ട് ഉദ്ദേശ്യം അന്ത്യോക്യയാണെന്ന അഭിപ്രായം അംഗീകാരയോഗ്യമല്ല. ഖുർആനിലൂടെയോ പ്രബലമായ ഹദീസുകളിലൂടെയോ പ്രസ്തുത പ്രദേശം ഏതാണെന്ന് നിർണയിക്കപ്പെട്ടിട്ടുമില്ല. തന്നെയുമല്ല, ഈ ദൂതന്മാർ ആരായിരുന്നുവെന്നോ ഏത് കാലത്ത് നിയോഗിക്കപ്പെട്ടവരാണെന്നോ അവലംബനീയമായ ഒരു മാർഗേണയും മനസ്സിലാവുന്നില്ല. വിശുദ്ധ ഖുർആൻ എന്ത് ലക്ഷ്യം വെച്ചാണോ ഈ കഥ ഇവിടെ പരാമർശിക്കുന്നത് അത് ഗ്രഹിക്കാൻ ആ പ്രദേശത്തിൻ്റെയോ പ്രസ്തുത ദൂതന്മാരുടെയോ പേരുകൾ അറിയേണ്ട ആവശ്യവുമില്ല. ആ നഗരവാസികൾ അവലംബിച്ച സത്യനിഷേധത്തിൻ്റെയും പക്ഷപാതിത്വത്തിൻ്റെയും ദുർവാശിയുടെയും മാർഗം തന്നെയാണ് നിങ്ങളും സ്വീകരിക്കുന്നതെങ്കിൽ അവർ അഭിമുഖീകരിച്ച അതേ പരിണാമത്തിനാണ് നിങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഖുറൈശികളെ ഉണർത്തുകയാണ് ഈ കഥാകഥനത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത് മുഹമ്മദ് മെനഞ്ഞുണ്ടാക്കിയ ഒരു കള്ളക്കഥ മാത്രമാണ് എന്ന് മൗദൂദിക്കും മനസ്സിലായി. പക്ഷെ മൗദൂദി അതിനെ അങ്ങനെ പറയുന്നതിന് പകരം അത് മുശ്രിക്കുകളായ മക്കക്കാരെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ആർക്കും അറിയാത്ത ഒരു പ്രദേശത്ത് നടന്നൊരു സംഭവം അങ്ങ് ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് എന്നൊക്കെയാണ് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. വാസ്തവം എന്താണ് എന്ന് ഈ പറയുന്ന കഥയിലെ ഉള്ളടക്കം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. കാരണം മുഹമ്മദിനോട് അബൂജഹലിനെ പോലെയുള്ള ഖുറൈശി നേതാക്കന്മാർ ഗത്യന്തരമില്ലാത്ത ഒരു ഘട്ടത്തിൽ നടത്തിയ ആ ഭീഷണി, നിന്നെ ഞങ്ങൾ കല്ലെടുത്തെറിഞ്ഞ് കൊല്ലും,
നിന്നെ ഞങ്ങൾ ശരിയാക്കും, നിന്നെ ഞങ്ങൾ ചവിട്ടിക്കൊല്ലും, നീ ഇനി ഈ പണി ഇവിടെ തുടർന്നാൽ നിന്നെ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഭീഷണിയും അതിൻ്റെ കൂടെ മുശ്രിക്കുകൾ സ്ഥിരമായി മുഹമ്മദിനോട് പറഞ്ഞുകൊണ്ടിരുന്ന ചില കാര്യങ്ങളും അതെല്ലാം ഈ കഥയിൽ വളരെ സമർത്ഥമായിട്ട് തിരികെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഈ ഖുറൈശികളുടെ ഭീഷണിക്കും ഖുറൈശികളുടെ വാദത്തിനും പതിവ് പോലെ പറഞ്ഞുകൊണ്ടിരുന്ന മറുപടികളെ ഒന്നുകൂടി ആവർത്തിക്കാൻ വേണ്ടി പഴയ മുത്തശ്ശി കഥകളൊന്നും അവിടെ ഏശാതെ വന്നപ്പോൾ മുഹമ്മദ് സ്വന്തമായി മെനഞ്ഞുണ്ടാക്കിയ ഒരു പുതിയ മുത്തശ്ശി കഥ മാത്രമാണ് ഇത് എന്ന് വ്യക്തമാകും. ഇനി നമുക്ക് ആ കഥയിലേക്ക് തന്നെ വരാം. ഇവിടെ 2 ആളെ ആദ്യം അയച്ചു, പിന്നെ ഒരാളെയും കൂടെ അയച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ നാട്ടുകാർ അവരോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? കരുണാനിധിയായ അള്ളാഹു ഒന്നും അവതരിപ്പിച്ചിട്ടുമില്ല, നിങ്ങൾ പറയുന്നതെല്ലാം കള്ളമാണ്, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ മാത്രമാണ്. ഇത് മുശ്രിക്കുകൾ മുഹമ്മദിനോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ്. നീ ഞങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനാണ്, നീ അങ്ങാടി കൂടെ നടക്കുന്നു, നീ ഭക്ഷണം കഴിക്കുന്നു, നീ മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, എന്നാൽ നീ ഞങ്ങളോട് നിരന്തരമായി തള്ളിമറിക്കുന്ന പ്രവാചകന്മാരുടെ കറാമത്തുകളൊന്നും തന്നെ നീ കാണിക്കുന്നില്ല, അപ്പോൾ നീ കള്ളനാണ്. ഇത് മുഹമ്മദിനോട് മക്കക്കാർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പോൾ മുഹമ്മദ് അവരോട് നിങ്ങളെ ശിക്ഷിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ പഴങ്കഥകൾ ഇങ്ങനെ പറഞ്ഞു. അവിടെ അവരങ്ങനെ നിഷേധിച്ചു, ഇവിടെ ഇങ്ങനെ നിഷേധിച്ചു, അപ്പോൾ അള്ളാഹു അവരെ മലമറിച്ചു, അവരുടെ കൊടുങ്കാറ്റുണ്ടാക്കി, അങ്ങനെ ശിക്ഷിച്ചു, ഇങ്ങനെ ശിക്ഷിച്ചു, നിങ്ങളെയും അതുപോലെ ശിക്ഷിക്കും എന്ന് ഇങ്ങനെ കഥ പറഞ്ഞു ഭീഷണികൾ മുഴക്കിയപ്പോൾ അവർ എന്നാൽ പിന്നെ നീ എൻ്റെ ശിക്ഷ ഒന്നും ഇങ്ങോട്ട് ഇറക്ക്, ഞങ്ങളതൊന്ന് കാണട്ടെ എന്നും അവർ പറഞ്ഞു. അപ്പോൾ അതിന് മറുപടി പറയാൻ കഴിയാതെ ബബ്ബ അടിക്കുന്നത് ഖുറാനിൽ പലയിടത്തും നമുക്ക് കാണാം. അത് പല മുട്ടുന്യായങ്ങളുമാണ് പറയുന്നത്. അതൊന്നും അള്ളാഹു അങ്ങനെ ശിക്ഷിക്കൊന്നുമില്ല, പ്രവാചകന്മാരുള്ളപ്പോൾ ശിക്ഷിക്കൊന്നുമില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ പ്രവാചകന്മാരുള്ളപ്പോൾ ശിക്ഷിച്ച കഥ മുഹമ്മദ് അവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ശിക്ഷിക്കാൻ നേരമായിട്ടില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ശിക്ഷിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല, നിങ്ങളെല്ലാവരും നരകത്തേക്ക് വേണ്ടി നേരത്തെ തീരുമാനിക്കപ്പെട്ടവരാണ് എന്നൊക്കെ പറഞ്ഞ് തടിയെടുക്കുന്നുണ്ട്. അപ്പോഴും അവർ എന്നാൽ നിൻ്റെ മലക്കുകളൊന്ന് കാണട്ടെ, നിൻ്റെ മലക്കുകളെ സൈന്യത്തിനൊന്ന് ഇറക്കിയിട്ട് നീ ഒന്ന് ശിക്ഷിക്ക് എന്നൊക്കെ പറഞ്ഞ് മുഹമ്മദിനെ ഇങ്ങനെ നിരന്തരമായിട്ട് കളിയാക്കിക്കൊണ്ടിരുന്നു. അതിലെല്ലാം ഉത്തരം മുട്ടി മുഹമ്മദ് ഈ ഭീഷണിയൊന്നും അവരടുത്ത് വിലപ്പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരുന്ന മുട്ടുന്യായങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥ പറയുന്നത്. 16-ാമത്തെ വാക്യം നോക്കുക. അവർ പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവിനറിയാം, നിശ്ചയമായും ഞങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കപ്പെട്ടവർ തന്നെയാണ് എന്ന്. വല്ല കാര്യമുണ്ടോ രക്ഷിതാവിനറിഞ്ഞതുകൊണ്ട്? ഇതിൽ എന്തൊരു യുക്തിയാണ് ഈ പറയുന്നതിലുള്ളത്? ഞങ്ങളെ രക്ഷിതാവിനെ അറിയാം, ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചതാണെന്ന്. രക്ഷിതാവിനെ അറിഞ്ഞുകൊണ്ട് നാട്ടുകാർക്ക് എന്താ കാര്യമുള്ളത്? നാട്ടുകാർക്ക് അറിയേണ്ടത് രക്ഷിതാവ് പറഞ്ഞയച്ച ആളാണ് ഇയാൾ എന്നല്ലേ അറിയേണ്ടത്. അതറിയാൻ ബോധ്യപ്പെടുന്ന തരത്തിലുള്ള തെളിവല്ലേ മുഹമ്മദിനോട് മക്കക്കാർ ചോദിച്ചത്. അതിന് മുഹമ്മദിൻ്റെ അതേ സമാനമായിട്ടുള്ള അനുഭവം വേറെ ദൂതന്മാർക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് പഴയ കഥകളൊന്നും അതിന് പര്യാപ്തമല്ലാത്തതുകൊണ്ട്, പഴയ കഥകളിലൊക്കെ പറഞ്ഞ കാര്യങ്ങളിൽ അതിൽ വൈരുദ്ധ്യമുള്ളത് കൊണ്ട് പുതിയൊരു കഥയുമായി വന്നിട്ട് മുഹമ്മദ് പറയുകയാണ്, ആ ദൂതന്മാർ ഇങ്ങനെ പറഞ്ഞു എന്ന്. എങ്ങനെ പറഞ്ഞു? ഞങ്ങൾ ദൂതന്മാരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും അതൊക്കെ ഞങ്ങളെ പറഞ്ഞയച്ച നാഥനറിയാം എന്ന്. അതറിഞ്ഞതുകൊണ്ട് ഈ നാട്ടുകാർക്ക് എന്താണ് പ്രയോജനം? സ്പഷ്ടമായ സന്ദേശം എത്തിക്കലല്ലാതെ ഞങ്ങൾക്ക് യാതൊരു ബാധ്യതയുമില്ല. ഇത് തന്നെയാണ് മുഹമ്മദ് ഇവിടെയും അവസാന കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് നിങ്ങളെ സന്ദേശം എത്തിക്കുക എന്നുള്ള ബാധ്യത മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ബാധ്യത ഒന്നുമില്ല, ബാക്കിയൊക്കെ അള്ളാഹു ചെയ്തോളും എന്നാണ് മുഹമ്മദ് പറഞ്ഞിരുന്നത്. അതുതന്നെയാണ് ഇവരും പറഞ്ഞത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സ്പഷ്ടമായ സന്ദേശം എന്നത് ഖുറാനെ ഉദ്ദേശിച്ച് മുഹമ്മദ് പറഞ്ഞതാണെങ്കിൽ ഖുറാനിലെ സന്ദേശങ്ങളൊന്നും സ്പഷ്ടമല്ല എന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു, ഒരുപാട് അധ്യായങ്ങളിൽ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്ന പല അധ്യായങ്ങളിലും ഖുറാൻ്റെ സ്പഷ്ടത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അവർ പറഞ്ഞു, നിങ്ങൾ കാരണമായി നിശ്ചയമായും ഞങ്ങൾ ദുശ്ശകുനത്തിലായിരിക്കുന്നു. നിങ്ങൾ വിരമിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ എറിയുകയും നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് വേദനാജനകമായ ശിക്ഷ അനുഭവപ്പെടുകയും ചെയ്യും തീർച്ച. ഇത് അബൂജഹൽ വന്ന് മുഹമ്മദിനോട് പറഞ്ഞതാണ്. നീ ഞങ്ങളുടെ നാട്ടിൽ ഈ പണി തുടങ്ങിയതിന് ശേഷം ഞങ്ങളുടെ ദൈവങ്ങളെ ഇങ്ങനെ
തീട്ടം പുരട്ടിയും മാലിന്യം പുരട്ടിയും ഒക്കെ അവഹേളിക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ നാട്ടിൽ പല നാശങ്ങളും ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. നീ ഞങ്ങൾക്ക് ഒരു ദുസ്സകുനമാണ്, നിന്നെ ഞങ്ങൾ ചവിട്ടിക്കൊല്ലും, നിന്നെ ഞാൻ എറിഞ്ഞു കൊല്ലും എന്നൊക്കെ പറഞ്ഞാണ് അബൂജഹലും കൂട്ടരും മുഹമ്മദിനെ ഭീഷണിപ്പെടുത്തിയത്. അതാണ് മുഹമ്മദ് ഈ കഥയിലും അതേ കാര്യം പറഞ്ഞുകൊണ്ട് മറുപടി പറയാൻ ശ്രമിക്കുന്നത്. അവർ പറഞ്ഞു, നിങ്ങൾ കാരണമായി നിശ്ചയമായും ഞങ്ങൾ ദുശ്ശകുനത്തിലായിരിക്കുന്നു. നിങ്ങൾ വിരമിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ എറിയുകയും നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് വേദനാജനകമായ ശിക്ഷ അനുഭവപ്പെടുകയും ചെയ്യും. തീർച്ച ഈ വേദനാജനകമായ ശിക്ഷ എന്നതിന് ചവിട്ടിക്കൊല്ലുക എന്ന് മുഫസ്സിറുകൾ തുടർന്ന് വ്യാഖ്യാനം പറയുന്നുണ്ട്. കാരണം ഈ ചവിട്ടിക്കൊല്ലുമെന്നും എറിഞ്ഞു കൊല്ലുമെന്നും നീ ഒരു ദുശ്ശകുനമാണ് എന്നതൊക്കെ മുശ്രിക്കുകൾ നേതാക്കന്മാർ ഈ മുഹമ്മദിനോട് ഭീഷണിപ്പെടുത്തുമ്പോൾ പറഞ്ഞതാണ്. അടുത്ത വാക്യം നോക്കാം. ദൂതന്മാർ പറഞ്ഞു, നിങ്ങളുടെ അവലക്ഷണം നിങ്ങളൊന്നിച്ച് തന്നെയുള്ളതാണ്. നിങ്ങൾക്ക് ഉപദേശം നൽകപ്പെട്ടതുകൊണ്ടാണോ? പക്ഷേ നിങ്ങൾ അതിര് വിട്ട ഒരു ജനതയാണ്. ഇത്രയുള്ളതിന് മറുപടി, നിങ്ങളെ ദുശ്ശകുനോ അവലക്ഷണമോ ഒന്നും ഞാൻ വന്നതുകൊണ്ടല്ല, ഞങ്ങൾ വന്നതുകൊണ്ടല്ല, അതൊക്കെ നിങ്ങളുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ്. ഞങ്ങളിങ്ങനെ ഉപദേശം നൽകിയതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നിങ്ങളൊരു അതിര് വിട്ട ജനത തന്നെയാണ്. ഇത്രയേ ഉള്ളൂ അതിനകത്ത്. ഇത് മുഹമ്മദ് ഖുറൈശികളോട് പറയാൻ വിചാരിച്ച കാര്യം ആ മേൽവിലാസമില്ലാത്ത ദൂതന്മാർ മേൽവിലാസമില്ലാത്ത നാട്ടുകാരോട് പറഞ്ഞു എന്ന് മുഹമ്മദ് കഥയുണ്ടാക്കി പറഞ്ഞു. ആ പട്ടണത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരു പുരുഷൻ ഓടി വന്നു. അയാൾ പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ ഈ ദൂതന്മാരെ പിൻപറ്റുക. ഈ 3 ദൂതന്മാരെ അള്ളാഹു പറഞ്ഞയച്ച് ഉപദേശിച്ചിട്ട് ദൂതന്മാർ പറഞ്ഞതൊന്നും ഏശാഞ്ഞിട്ട് പിന്നെ ദൂതനൊന്നും അല്ലാത്ത ഒരു സാധാരണ മനുഷ്യനെ എവിടുന്നോ ഓടിക്കരച്ച് വന്നിട്ട് ഇവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തു എന്നാണ് ഇവിടെ ഈ കഥയിൽ പറയുന്നത്. അതെന്തിനാണ് അങ്ങനെ ഒരു ആളെ അതിനകത്ത് കൊണ്ടുവന്നത് എന്നത് ഇനി തുടർന്ന് വരാൻ പോകുന്ന വിശദീകരണങ്ങളിൽ നിന്ന് മനസ്സിലാവും. അതായത്, നിങ്ങളോട് യാതൊരു പ്രതിഫലവും ആവശ്യപ്പെടാത്തവരെ നിങ്ങൾ പിൻപറ്റുക, അവരാകട്ടെ സന്മാർഗചാരികളുമാണ്. ഇവിടെ മുഹമ്മദ് പറയാൻ ശ്രമിക്കുന്നത്, ഞാൻ നിങ്ങളടുത്ത് വന്ന് ഈ ഉപദേശങ്ങളൊക്കെ നൽകുമ്പോൾ ഞാൻ നിങ്ങളോട് ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ലല്ലോ, ഞാൻ വളരെ നിസ്വാർത്ഥമായിട്ടല്ലേ ഇത് വന്ന് പറയുന്നത് എന്ന ഒരു വാദം മുഹമ്മദ് സ്വയം അവരുടെ മുമ്പിൽ ഉന്നയിക്കുന്നതിന് പകരം ദൂതന്മാർ ഉന്നയിക്കുന്നതിന് പകരം ദൂതന്മാരെല്ലാം അതിനകത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ട് 4ാമത് ഒരാളെ കൊണ്ടുവന്നിട്ട് അയാളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, റെക്കമെൻഡ് ചെയ്യിക്കുകയാണ്. കണ്ട ഇവരെല്ലാവരും വളരെ നിസ്വാർത്ഥമായിട്ട് ഒരു പ്രതിഫലവും മോഹിക്കാതെ ആണല്ലോ ഇതൊക്കെ പറയുന്നത്, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അവരെ വിശ്വസിച്ചുകൂടെ എന്ന് കഥ പറയുകയാണ്. എന്നെ സൃഷ്ടിച്ചവന് ഞാൻ ആരാധന ചെയ്യാതിരിക്കുവാൻ എനിക്കെന്ത് ന്യായമാണുള്ളത്? അവങ്കലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുന്നതും. ഇതൊക്കെ ദൂതന്മാർ മുഴുവൻ 1,24,000 ദൂതന്മാർ വന്ന് പറഞ്ഞ കാര്യമാണ്. അത് ദൂതന്മാരൊന്നും പറഞ്ഞിട്ട് ഏശാഞ്ഞിട്ട് ദൂതനല്ലാത്ത ഒരാൾ വന്നിട്ട് റെക്കമെൻഡ് ചെയ്ത് പറയുകയാണിത്. അവന് പുറമേ മറ്റു വല്ല ഇലാഹുകളെയും ഞാൻ സ്വീകരിക്കുകയോ കരുണാനിധിയായ അള്ളാഹു എനിക്ക് വല്ല വിഷമത്തെയും ഉദ്ദേശിക്കുന്ന പക്ഷം ആ ഇലാഹുകളുടെ ശുപാർശ എനിക്കൊട്ടും പ്രയോജനപ്പെടുകയോ ഇല്ല, അവരെന്നെ രക്ഷപ്പെടുത്തുകയുമില്ല. ഇത് ലാത്തയും ഉസ്സയും മനാത്തയും ഒക്കെ അള്ളാഹുവിങ്കൽ ശുപാർശ ചെയ്യുന്ന ചെറിയ ദേവതകളാണ് എന്ന്, ചോട്ടാ ദൈവങ്ങളാണ് എന്ന് മുഹമ്മദ് അംഗീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ മുഹമ്മദിനെ റസൂലായും നേതാവായും ഗോത്ര നേതാവായും അംഗീകരിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരു മതമായിട്ട് പോകാം, ഒരു സമൂഹമായിട്ട് പോകാം എന്ന് അവർ പറഞ്ഞതും ആ പറഞ്ഞപ്പോൾ അതനുസരിച്ച് ആയത്തിറങ്ങിയതുമായ കഥയുമൊക്കെ ഇതിൽ ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് ചെയ്ത്താൻ ഇറക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശുപാർശക്കാരല്ല അവർ എന്ന് മുഹമ്മദ് പറഞ്ഞു. അതിനെയും അവർ പരിഹസിച്ചു. അങ്ങനെ പരിഹസിച്ചതിന് മറുപടിയായിട്ടാണ് അങ്ങനെ ഈ ദൈവങ്ങൾ വേറെ ദൈവങ്ങൾക്കൊന്നും ശുപാർശ ചെയ്യാനുള്ള കഴിവൊന്നുമില്ല എന്ന ഈ കഥയിൽ വീണ്ടും ആവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പക്ഷം നിശ്ചയമായും ഞാൻ സ്പഷ്ടമായ ദുർമാർഗത്തിൽ തന്നെയായിരിക്കും. ഇത് ചെയ്ത്താൻ്റെ ആയത്തിറക്കി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത്. ഇങ്ങനെ ലാത്തയും ഉസ്സയും മനാത്തയും ഒക്കെ ശുപാർശക്കാരാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറ്റക്കാരനായി മാറും എന്നാണ് ഇവിടെ പറയുന്നത്. ഇതും മുഹമ്മദ് ഖുറൈശികളോട് പറയുന്നതാണോ അതോ മറ്റേ ചങ്ങാതി ഓടിക്കതച്ചു വന്ന ചങ്ങാതി ഈ മേൽവിലാസമില്ലാത്ത നാട്ടുകാരോട് പറഞ്ഞതാണോ എന്ന് നമ്മൾ രണ്ടും ഒന്നാണ് നമുക്ക് തോന്നിപ്പോവും. ആ രീതിയിലാണ് ഇവിടെ അവതരണം. നിങ്ങളുടെ രക്ഷിതാവിൽ ഞാൻ വിശ്വസിക്കുക തന്നെ ചെയ്തിരിക്കുന്നു, അതിനാൽ എൻ്റെ വാക്ക് നിങ്ങൾ കേട്ടുകൊള്ളുക.
ഇവിടെ ദൂതന്മാർ മൂന്നും പറഞ്ഞിട്ട് കേൾക്കാത്തത് പിന്നെ ദൂതനല്ലാത്തൊരു നാട്ടുകാരൻ വന്ന് ഓടി വന്നിട്ട് പറഞ്ഞാൽ കേൾക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി 26-27 നീ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക പറയപ്പെട്ടു. ഇതെന്താണ് എന്ന് വ്യക്തമല്ല. ആരോട് പറഞ്ഞു എന്നൊന്നും വ്യക്തമല്ല. നീ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക പറയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ രക്ഷിതാവ് എനിക്ക് പുറത്തു തന്നതിനെക്കുറിച്ചും എന്നെ മാന്യന്മാരുടെ കൂട്ടത്തിലാക്കിയതിനെക്കുറിച്ചും എൻ്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇതാര് പറഞ്ഞതാണ്? എപ്പോൾ പറഞ്ഞാണ്? ഈ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് പറഞ്ഞത് എന്താണ്? മരിച്ചു എന്നിട്ട് സ്വർഗത്തിൽ പോകുന്നതാണോ? എന്താണെന്നൊന്നും ഒരു വ്യക്തതയുമില്ല. ഇതിന് മുഫസ്സിറുകൾ കഥ പറയുന്നത് ഇയാളെ ചവിട്ടിയിട്ടും എറിഞ്ഞിട്ടും കൊന്നു എന്നാണ്. ആര്? ഈ നാട്ടുകാർ. ആരെ? ഈ ദൂതന്മാരെ അല്ല, ദൂതന്മാർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി ഓടിക്കതച്ച് വന്ന ഏതോ ഒരു ചങ്ങാതീനെ വരെ എറിഞ്ഞിട്ടും ചവിട്ടിയിട്ടും കൊന്നു എന്നാണ് പറയുന്നത്. ആ എറിഞ്ഞും ചവിട്ടിയും കൊന്നു എന്നതിനാണ് പോലും നീ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയപ്പെട്ടു എന്നിവിടെ പറയുന്നത്. അവിടെ ആരാണ് പറഞ്ഞത് എന്നൊന്നുമില്ല. എങ്ങനെയാണ് സ്വർഗത്തിൽ പോയതെന്നൊന്നും ഖുർആനിൽ പറയുന്നില്ല. തഫ്സീറുകളിൽ പറയുന്നത് ഈ നാട്ടുകാരെല്ലാവരും കൂടെ കൂടിയിട്ട് ഈ മൂന്നാമത് ഓടി വന്ന ചങ്ങാതീനെ എറിഞ്ഞിട്ടും ചവിട്ടിയിട്ടും കൊന്നു എന്നാണ്. കാരണം എറിഞ്ഞും ചവിട്ടി മുഹമ്മദിനെ കൊല്ലും എന്നാണ് അബൂജഹൽ മുഹമ്മദിനെ ഭീഷണിപ്പെടുത്തിയിരുന്നത്. അതിനുള്ള മറുപടി കഥയാണിത്. നമ്മുടെ കൂറ്റനാടിൻ്റെ തഫ്സീറിൽ പറയുന്ന കാര്യങ്ങൾ കൂടെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങളുടെ രക്ഷിതാവിൽ ഞാൻ വിശ്വസിക്കുക തന്നെ ചെയ്തിരിക്കുന്നു എന്ന വാക്യം അദ്ദേഹം തൻ്റെ ജനതയെ അഭിമുഖീകരിച്ച് പറഞ്ഞതാണെന്നാണ് ഒരഭിപ്രായം. ഈ ഓടിക്കരച്ച് വന്ന ആൾ നിങ്ങളുടെ രക്ഷിതാവിനെ ഞാൻ വിശ്വസിക്കുക തന്നെ ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ നാട്ടുകാരുടെ രക്ഷിതാവ് ആരായിരുന്നു? ആ നാട്ടുകാർ സ്വാഭാവികമായും വിശ്വസിച്ചിരുന്ന ദൈവങ്ങളായിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു വൈരുദ്ധ്യമുണ്ട്. ആ നാട്ടുകാരോടാണ് ഈ ചങ്ങാതി അങ്ങനെ പറഞ്ഞതെങ്കിൽ ആ നാട്ടുകാർ വിശ്വസിച്ചിരുന്ന ദൈവങ്ങൾക്കായിരിക്കും അത് ബാധകമാവുക. അതല്ല, ഞാൻ വിശ്വസിക്കുന്ന ദൈവം തന്നെയാണ് നിങ്ങളുടെയും രക്ഷിതാവ് എന്ന അർത്ഥത്തിൽ നാട്ടുകാരോട് പറഞ്ഞതാണ് എന്നും ബാധിക്കാം. എന്നാൽ അങ്ങനെയൊന്നുമല്ല, ഈ ദൂതന്മാരോട് ഈ ഓടിക്കരച്ച് വന്ന ചങ്ങാതി പറഞ്ഞതാണ് എന്നും അഭിപ്രായമുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത്. ആ ദൂതന്മാരോട് പറഞ്ഞതാണെന്നാണ് മറ്റൊരു പക്ഷം. ഞാൻ നിങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ അവൻ്റെ അടുത്ത് എനിക്ക് നിങ്ങൾ സാക്ഷികളായിരിക്കുവാൻ എൻ്റെ ഈ വാക്ക് നിങ്ങൾ കേട്ടുകൊള്ളുക എന്ന് സാരം. ഈ അഭിപ്രായമാണ് കൂടുതൽ വ്യക്തമാകുന്നത് എന്നാണ് ഇബ്നു കസീർ പറയുന്നത്. ഏതായാലും ഈ മാന്യൻ്റെ വാക്കും അവർ ചെവിക്കൊണ്ടില്ല. മാത്രമല്ല, പല ഖുർആൻ വ്യാഖ്യാതാക്കളും പ്രസ്താവിച്ചതുപോലെ അദ്ദേഹത്തെ അവർ എറിഞ്ഞുകൊന്നു, ചവിട്ടിയാണ് കൊന്നതെന്നും അഭിപ്രായമുണ്ട്. മരണപ്പെട്ടപ്പോൾ അള്ളാഹുവിങ്കൽ ആദരണീയ സ്ഥാനം ലഭിക്കുകയും സ്വർഗാവകാശിയായി തീരുകയും ചെയ്തു. തൻ്റെ ജനതയും സത്യം സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള മഹാഭാഗ്യം അവർക്കും ലഭിക്കുമായിരുന്നല്ലോ എന്ന് അദ്ദേഹം ആശിച്ചു. അവരാകട്ടെ അള്ളാഹുവിൻ്റെ ശാപകോപത്തിന് പാത്രമാവുകയാണ് ചെയ്തത്. അപ്പം മുഹമ്മദിനെ ഇവരെ എറിഞ്ഞു കൊല്ലുമോ അല്ലെങ്കിൽ ചവിട്ടിക്കൊല്ലുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. ഇനി അഥവാ അങ്ങനെ നിങ്ങൾ എറിഞ്ഞും ചവിട്ടിയും കൊല്ലുകയാണെങ്കിൽ അള്ളാഹുവിനെ നേരെ സ്വർഗത്തേക്ക് കൊണ്ടുപോയിക്കോളും എന്നാണ് ഇവിടെ മുഹമ്മദ് ഈ കഥയിലൂടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് തോന്നുന്നു. തൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ ജനതയുടെ മേൽ ആകാശത്ത് നിന്ന് ഒരു സൈന്യവും നാം ഇറക്കിയിട്ടില്ല, അങ്ങനെ ഇറക്കുന്ന പതിവും നമുക്കില്ല. 28-ാമത്തെ വാക്യത്തിൽ കഥ തുടരുകയാണ്. തൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ ജനതയുടെ മേൽ ആകാശത്ത് നിന്നൊരു സൈന്യവും നാം ഇറക്കിയിട്ടില്ല, അങ്ങനെ ഇറക്കുന്ന പതിവും നമുക്കില്ല. ഇവിടെ വാക്യം വ്യക്തമല്ല. തൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ ജനതയുടെ മേൽ ആകാശത്തു നിന്നൊരു സൈന്യവും നാം ഇറക്കിയിട്ടില്ല, അങ്ങനെ ഇറക്കുന്ന പതിവും നമുക്കില്ല. ഇവിടെ ആരാണിത് പറയുന്നത്? ഇവിടെ ഈ കഥ പറയുമ്പോൾ കഥാപാത്രങ്ങളും കർത്താവും ഒക്കെ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അത് ഖുർആൻ്റെ ഒരു ശൈലിയാണ്. ഇതൊക്കെ ബ്രാക്കറ്റ് ഇട്ടിട്ട് പിന്നെ നാട്ടുകാർ വന്നിട്ട് നേരെയാക്കിയിട്ട് വേണം. അള്ളാഹ് പറഞ്ഞതൊന്നും ആർക്കും മനസ്സിലാവില്ല, കാരണം സുവ്യക്തമായ ഗ്രന്ഥമാണ്. അതുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ആരാണിത് പറഞ്ഞത്, എന്താണ് പറഞ്ഞത് എന്നൊക്കെ അങ്ങനെ നമുക്ക് മൂല്യന്മാർ മനസ്സിലാക്കി തരണം. അതാണ് ഖുർആൻ്റെ ഒരു അവസ്ഥ. എന്തായാലും ഇവിടെ ആകാശത്ത് നിന്ന് നാം സൈന്യം ഇറക്കിയിട്ടില്ല, അങ്ങനെ ഇറക്കുന്ന പതിവും നമുക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇത് വരാൻ പോകുന്ന കഥയിൽ വലിയൊരു വൈരുദ്ധ്യമായിട്ട് അവശേഷിക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് ബദർ യുദ്ധം നടക്കുമ്പോൾ ആകാശത്തു നിന്ന് അള്ളാഹു സൈന്യത്തെ ഇറക്കി എന്ന് ഇതേ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്.
ആകാശത്തുനിന്ന് മലക്കുകളുടെ സൈന്യത്തെ ഇറക്കിയിട്ടാണ് ബദർ യുദ്ധത്തിൽ മുഹമ്മദും കൂട്ടരും ജയിച്ചത് എന്നത് വളരെ പ്രസിദ്ധമായിട്ടുള്ള കഥയാണ്, ഖുർആനിലും ആവർത്തിച്ചിട്ടുള്ള കഥയാണ്. എന്നാൽ അതേ ഖുർആനിൽ അതേ അള്ളാഹു പറയുകയാണ് എനിക്കങ്ങനെ ആകാശത്തുനിന്ന് സൈന്യത്തെ ഇറക്കണ പതിവേ ഇല്ല എന്ന്. അപ്പോൾ പതിവില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ പതിവ് തെറ്റിച്ചുകൊണ്ട് പുതിയ പതിവ് ബദറിൽ മൂപ്പർ തുടങ്ങിയെന്നർത്ഥം. അടുത്തത്, അത് ഒരു ഭയങ്കര ശബ്ദം മാത്രമായിരുന്നു, തൽക്ഷണം അവരതാ നശിച്ച് കെട്ടടങ്ങിയവരായിരിക്കുന്നു. അപ്പം മുഹമ്മദിനോട് മക്കക്കാരുന്ന എൻ്റെ സൈന്യങ്ങളങ്ങോട്ട് ഇറക്ക്, നീ ഇങ്ങനെ മലക്കുകൾ അള്ളാഹു എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാനുള്ള ഞങ്ങൾ ആ സൈന്യങ്ങളങ്ങോട്ട് ഇറക്ക് എന്ന് പറഞ്ഞിട്ട് മുഹമ്മദിനെ അവർ പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിക്ക് തൽക്കാലം മലക്കുകൾ ഇറക്കിയിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മുഹമ്മദിന് ബോധ്യമായപ്പോൾ മുഹമ്മദ് ഈ കഥയിലൂടെ പറയാൻ ശ്രമിച്ചത് മലക്കുകൾ ഇറക്കണ പതിവൊന്നും അള്ളാഹ്ക്കില്ല. പക്ഷേ അള്ളാഹിൻ്റെ പതിവ് എന്താണ്? ഒരു ഭയങ്കര ശബ്ദം മാത്രമായിരുന്നു, തൽക്ഷണം അവരതാ നശിച്ചു കെട്ടടങ്ങിയതായിരിക്കുന്നു. ഭീകരമായൊരു ശബ്ദത്തോടു കൂടി എന്തോ ഒരു അത്ഭുതം സംഭവിച്ച് അവരെല്ലാവരും അങ്ങ് നശിച്ചു പോയി എന്നാണ് ഈ കഥയിൽ പറയുന്നത്. അടിമകളുടെ സ്ഥിതി എത്ര കഷ്ടം. ആരാണിത് പറയുന്നത്? ഇത് അള്ളാഹുവാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ നിസ്സഹായത വെളിപ്പെടുത്തുകയാണ്. സർവശക്തനായ അള്ളാഹു പറയാണ് ഈ അടിമകളുടെ സ്ഥിതി എത്ര കഷ്ടം, പയ്യരം പറയാണ്. അവരുടെ അടുത്ത് ഏതോ ഒരു റസൂൽ ചെല്ലുന്നതായാലും അവർ അദ്ദേഹത്തെ പരിഹസിക്കാതിരുന്നിട്ടില്ല. സർവശക്തനായ അള്ളാഹു ആരൊക്കെ എന്തൊക്കെ ചെയ്യണം പറയണമെന്ന് മുൻകൂട്ടി കിതാബിൽ എഴുതി വെച്ച അള്ളാഹു, ആരൊക്കെ നരകത്തിൽ പോകണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ച് ഉറപ്പിച്ച അള്ളാഹു, ആ നരകത്തിൽ പോകാൻ വേണ്ടി ആളുകൾ എന്തൊക്കെ പണി ചെയ്യണമെന്ന് തീരുമാനിച്ച് രേഖപ്പെടുത്തിയ അള്ളാഹു പറയാണ് എന്തൊരു കഷ്ടമാണ് ഈ അടിയന്മാർ. അവരെടുത്ത ദൂതന്മാരെ പറഞ്ഞയച്ചാലും അവർ പരിഹസിക്കല്ലാതൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് മഹാകഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സഹായനായി പായ്യാരം പറയുകയാണ് ഇവിടെ അതേ അള്ളാഹു. എന്തൊരു വൈരുദ്ധ്യമാണിത്, എന്തൊരു യുക്തിഭംഗമാണ് ഇതിലൊക്കെ പ്രകടമാകുന്നത് നോക്കൂ. അവരുടെ മുമ്പ് എത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചു കളഞ്ഞതെന്നും അവരാരും ഇവരുടെ അടുക്കലേക്ക് മടങ്ങി വരുന്നില്ലെന്നും അവർക്ക് കണ്ടുകൂടെ. പിന്നെയും പൂർവികരെങ്ങനെ നശിപ്പിച്ച കഥ പറഞ്ഞിട്ട് പേടിപ്പിക്കുകയാണ്. അവരെല്ലാവരും ഒന്നൊഴിയാതെ നമ്മുടെ അടുത്ത് ഹാജരാക്കപ്പെടുന്നവർ തന്നെയാണ്. അവസാനം ഇഹലോകത്തുനിന്ന് ശിക്ഷ കിട്ടിയതിന് ശേഷം പരലോകത്തും അവരെ ഹാജരാക്കി ശിക്ഷിക്കും എന്ന ഭീഷണിയാണ് മുഴക്കുന്നത്. ഇനി ഇതിൻ്റെ വ്യാഖ്യാനം ഒരു ഖണ്ഡിക കൂറ്റനാടിൻ്റെ തഫ്സീറിന്ന് വായിക്കാം. ദൂതന്മാരെ നിഷേധിക്കുകയും ഉപദേഷ്ടാവിനെ ആക്രമിക്കുകയും ചെയ്ത ആ ജനതയെ അള്ളാഹു നശിപ്പിച്ചു. അതിനായി ആകാശത്തു നിന്ന് സൈന്യത്തെ അവൻ അയച്ചില്ല, അതിൻ്റെ ആവശ്യവുമില്ല. അങ്ങനെ ഒരു പതിവും അവനില്ല. പതിവുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ബദർ യുദ്ധത്തിലും പിന്നീട് വരുന്ന യുദ്ധങ്ങളിലൊക്കെ അള്ളാഹു മലക്കുകളും പങ്കെടുക്കുന്നുണ്ട്. മലക്കുകൾ ഇറക്കുന്ന പതിവ് അള്ളാഹുവിനുണ്ട്. ഇല്ല എന്ന് ഇവിടെ പറയുന്നത് ഖുർആൻ അനുസരിച്ച് തന്നെ നുണയാണ്. ഒരൊറ്റ ഭയങ്കര ശബ്ദം മാത്രമുണ്ടായി, അതോടെ ആ ജനതയുടെ കഥയും കഴിഞ്ഞു. അവരും അവരെ പോലെയുള്ളവരും ഇങ്ങനെയുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് അള്ളാഹുവിൻ്റെ ദൂതന്മാരെ പരിഹസിക്കൽ പതിവാക്കിയത് കൊണ്ടായിരുന്നു. ഇവർക്ക് മുമ്പ് പലരും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവരിൽ ആരെങ്കിലും ഇങ്ങോട്ട് മടങ്ങി വന്ന് മരണാനന്തരം യാതൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മരണാനന്തര കാര്യങ്ങൾ നിഷേധിക്കുന്നതിന് എന്തെങ്കിലും ന്യായമുണ്ടാകുമായിരുന്നു. പക്ഷെ ആരും മടങ്ങി വരുന്നില്ലെന്ന് ഇവർക്ക് തന്നെ അറിയാം. അവരാരും ഇങ്ങോട്ട് വരുന്നില്ലെങ്കിലും പരലോകത്ത് അവരെല്ലാവരും അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുന്നവരാണ്. ആരെയും അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയില്ല. അപ്പോൾ ആരും മരിച്ചു പോയിട്ട് മടങ്ങി വരാത്തതുകൊണ്ട് ഈ കഥയൊന്നും നിഷേധിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതേ യുക്തിയും അതേ ന്യായവും ഉപയോഗിച്ചുകൊണ്ട് ഈ കഥയൊക്കെ പൊട്ടത്തരാണ് എന്നും പറഞ്ഞുകൂടെ. ആരും മടങ്ങി വന്നിട്ട് ഇവിടെ അങ്ങനെ അള്ള ഉണ്ടെന്നോ പ്രവാചകന്മാരുണ്ടെന്നോ ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്നും വ്യക്തമല്ലേ. ഇതാണ് ഈ കഥയുടെ അവസ്ഥ. ഈ കഥയിലൂടെ മുഹമ്മദ് മക്കക്കാരോട് പറയാൻ ശ്രമിച്ചത് മക്കക്കാരിൽ നിന്ന് ഏറ്റവും അവസാനം കിട്ടിയ ഭീഷണിക്കുള്ള അവസാനത്തെ മറുപടിയാണ്. ആ മറുപടി നേരിട്ട് പറയുന്നതിന് പകരം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന മുത്തശ്ശിക്കഥകൾ പറഞ്ഞിട്ട് ഒരു ഫലവുമില്ല എന്ന് തോന്നിയതുകൊണ്ട് ഒരു പുതിയ കഥ മെനഞ്ഞുണ്ടാക്കുകയാണ് ചെയ്തത്. എവിടെയും ആരും കേട്ടിട്ടില്ലാത്ത, ഒരു മേൽവിലാസവും ഇല്ലാത്ത ഒരു കഥ മുഹമ്മദ് തത്സമയം മെനഞ്ഞുണ്ടാക്കി അവതരിപ്പിച്ചതാണ് എന്നതാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. മക്കക്കാർ എന്തൊക്കെ കാര്യങ്ങളാണോ മുഹമ്മദിനോട് പറഞ്ഞുകൊണ്ടിരുന്നത്, അവസാനമായി എന്തു പറഞ്ഞാണ് മുഹമ്മദിനെ ഭീഷണിപ്പെടുത്തിയത്, അതിനെല്ലാമുള്ള മറുപടി പറയാൻ വേണ്ടിയിട്ട് മുഹമ്മദ് ഒരു കഥ മെനയുകയാണ് ചെയ്തത്.
ഇതിനകത്ത് മനുഷ്യരെയാണോ ദൂതന്മാരാക്കുന്നത് എന്ന ഒരു യുക്തി അവരും ചോദിച്ചതായിട്ട് പറയുന്നുണ്ട്. മനുഷ്യരെയാണോ ദൂതന്മാരാക്കുന്നത് എന്ന യുക്തി. ഈ യുക്തി മക്കക്കാർ നേരത്തെ മുഹമ്മദിനോട് ചോദിച്ചതാണ്. അങ്ങനെ ചോദിക്കാൻ കാരണം മുഹമ്മദ് തന്നെ പഴയ ദൂതന്മാരുടെ കഥ പറയുമ്പോൾ സാധാരണ മനുഷ്യർക്ക് ഇല്ലാത്ത ഒരുപാട് അത്ഭുത സിദ്ധികൾ അവർക്കുണ്ടായിരുന്നു എന്ന് നുണ പറഞ്ഞതുകൊണ്ടാണ് അവർ ഈ രീതിയിൽ മുഹമ്മദിനോടും അത്ഭുതങ്ങൾ കാണിക്കാൻ പറഞ്ഞത്. മുഹമ്മദ് ഒരു അത്ഭുതവും കാണിക്കാതെ സാധാരണ മനുഷ്യരെ പോലെ അങ്ങാടി കൂടെ നടക്കുകയും വർത്തമാനം പറയും, ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുകയും മുഹമ്മദ് തള്ളിമറിച്ച ദൂതന്മാരുടെ അത്ഭുതങ്ങളൊന്നും മുഹമ്മദ് സ്വന്തമായി കാണിക്കാതിരിക്കുകയും ചെയ്തപ്പോഴാണ് നീ വെറും മനുഷ്യനാണല്ലോ, ഇങ്ങനെ അള്ളാഹു എന്തിനാണ് ഈ മനുഷ്യന്മാരെ തന്നെ ദൂതന്മാരാക്കി അയക്കുന്നത്, എന്നിട്ട് ആരും കാണാത്ത നേരത്തെ ഈ മലക്കുകൾ വന്നിട്ട് ഈ ദൂതന്മാരോട് മന്ത്രിച്ച് പോകേണ്ട വല്ല കാര്യമുണ്ടോ? ഈ മലക്കുകളെ നേരിട്ട് ഞങ്ങൾക്കൊക്കെ കാണിച്ചു തന്നൂടെ, എന്നിട്ട് ഈ മലക്കുകൾ നേരിട്ട് ഞങ്ങളോട് പറഞ്ഞാൽ പോരെ? അതല്ലേ വിശ്വസിക്കാനുള്ള മാർഗം. അതല്ലാതെ അന്തിപ്പാതിരാക്ക് മലക്കുകൾ വന്ന് ആരും കാണാതെ വന്ന് മന്ത്രിച്ച് പോയിട്ട് പിന്നെ നേരം വെളുക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് അയാളുടെ തൊള്ളുകൊണ്ട് ഇതൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കേണ്ട എന്ത് ബാധ്യതയാണ് ഞങ്ങൾക്കുള്ളത് എന്ന മക്കാ മുശ്രിക്കുകളുടെയും ഈ കഥയിലെ നാട്ടുകാരുടെയും നമ്മളെപ്പോലുള്ള യുക്തിവാദികളുടെയും ഒക്കെ ചോദ്യം എത്ര യുക്തിസഹമായ ചോദ്യമാണ്. മനുഷ്യരുടെ ഇടയിൽ കള്ളപ്രവാചകന്മാരും കള്ളവെളിച്ചപ്പാടുകളും വ്യാജ ദൈവങ്ങളും ആൾദൈവങ്ങളും ഒക്കെ കാക്കത്തൊള്ളായിരം ഓരോ കാലത്തും ഇങ്ങനെ വിലസി നടക്കുമ്പോൾ അതേ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഈ മനുഷ്യന്മാരിൽ നിന്ന് ഒരാളെ പിടിച്ച് മനുഷ്യന്മാരുടെ ഭാഷയിൽ മനുഷ്യന്മാരുടെ തൊള്ള ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്മാരോട് ഉപദേശം നൽകേണ്ട യാതൊരു ഗതികേടും സർവശക്തനായ ഒരു ദൈവത്തിനില്ല. ആ ദൈവത്തിന് അങ്ങനെ നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ ദൈവത്തിൻ്റെ തന്നെ ഏജൻറ്റുമാരായ ഈ മലക്കുകൾ എന്ന് പറയുന്ന ജീവികളെ മനുഷ്യരുടെ ഇടയ്ക്ക് പറഞ്ഞയച്ചിട്ട് ആ മലക്കുകളെ കൊണ്ട് പറയിപ്പിക്കുകയോ മലക്കുകളെ കൊണ്ട് എന്തെങ്കിലും അത്ഭുതകരമായ രീതിയിൽ ഈ ആശയങ്ങൾ മനുഷ്യരിലേക്ക് എത്തിക്കുകയോ ഒക്കെ ചെയ്താൽ മതി. ആകാശത്തിൻ്റെ സ്ക്രീനിൽ ഇങ്ങനെ എഴുതി കാണിക്കുകയും അതെല്ലാ ഭാഷയിലും ഇങ്ങനെ ഭാഷാന്തരം ചെയ്ത് കേൾപ്പിക്കുകയും ഒക്കെ ചെയ്താൽ ലോകത്തെല്ലാവർക്കും ഇത് ബോധ്യമാകും. ഇതൊന്നും ചെയ്യാതെ നാട്ടിലുള്ള വെളിച്ചപ്പാടുകളെ പോലെ തന്നെ വ്യാജ ദൈവങ്ങളുടെ വ്യാജ വെളിച്ചപ്പാടുകൾ ഉപയോഗിച്ചിരുന്ന അതേ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു എന്തിനാണ് ഈ മനുഷ്യന്മാരെ ദൂതന്മാരാക്കി അയക്കുന്നത് എന്ന ചോദ്യം എത്ര ന്യായമാണ്, എത്ര യുക്തിസഹമാണ്. അതിനുള്ള മറുപടി എന്താ? ഒരു മറുപടിയുമില്ല, ഭീഷണി മാത്രമാണ്. ഇനി മറ്റൊരു സ്ഥലത്ത് ഒരു ചങ്ങാതി ഓടി വന്നിട്ട് പറഞ്ഞൊരു കാര്യം, ഇവരാരും ഈ ദൂതന്മാരാരും നിങ്ങളോട് പ്രതിഫലം ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇവർ പറയുന്നത് വിശ്വസിച്ചുകൂടെ എന്നാണ്. ഇതും മുഹമ്മദിൻ്റെ കാര്യത്തിൽ പിന്നീട് തെറ്റാണ് എന്ന് വരുന്നു. കാരണം മുഹമ്മദ് പിന്നീട് മദീനയിൽ പോയി അവിടെ അധികാരം നേടുകയും അവിടെ കുറച്ച് അനുയായികളെ നേടുകയും തനിക്ക് അവിടെ ഒരു ഗോത്രത്തലവൻ്റെ അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ പദവി ലഭിക്കുകയും ചെയ്തതോടുകൂടി മുഹമ്മദ് ഫീസ് വാങ്ങാൻ തുടങ്ങി. തന്നെ സന്ദർശിക്കാൻ വരുന്നവർ ഫീസ് തരണമെന്ന് ആയത്തിറക്കി. അങ്ങനെ ആരും സന്ദർശിക്കാതിരിക്കുകയും അലി പോയി കളിയാക്കുകയും ചെയ്ത സമയത്ത് ആയത്ത് തിരുത്തിയിറക്കി. അങ്ങനെ മുഹമ്മദ് അനുയായികളിൽ നിന്ന് പലതരത്തിലുള്ള വരുമാനം ഉണ്ടാക്കാൻ ശ്രമിച്ചു. യുദ്ധങ്ങളിലും കൊള്ളകളിലും കിട്ടുന്ന മുതൽ അള്ളാൻ്റെ പേര് പറഞ്ഞുകൊണ്ട് 20% കൈക്കലാക്കി. യുദ്ധം നടക്കാതെ ഏകപക്ഷീയമായി ഏതെങ്കിലും ഗോത്രം കീഴടങ്ങിയാൽ ആ സ്വത്ത് മുഴുവൻ അള്ളാഹ്ക്കുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് കൈക്കലാക്കി. യുദ്ധം മുതൽ പങ്കുവെച്ച് കൊടുക്കുന്നതിന് മുമ്പ് കൂട്ടിവെച്ചിടത്തുനിന്ന് മുഹമ്മദ് മോഷ്ടിച്ചു എന്ന് വരെ പറയുന്ന കഥകൾ ഇസ്ലാം ചരിത്രത്തിലുണ്ട്. ബദർ യുദ്ധത്തിൽ ഗനീമത്തായി കിട്ടിയ സ്വത്തിൽ നിന്ന്, കാര്യമായ ഗനീമത്തൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം കച്ചവടക്കാരൊന്നും ആയിരുന്നില്ല അവരുടെ വസ്ത്രങ്ങളും അവരുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പടയങ്കികളും മറ്റുമാണ് ഗനീമത്തായി കിട്ടിയത്. അതിൽ നിന്ന് പോലും മുഹമ്മദ് ഒരു വസ്ത്രം മോഷ്ടിച്ചു എന്ന് പറയുന്ന സംഭവമുണ്ട്. അതിനെ ന്യായീകരിക്കാനും ഇറങ്ങിയ ആയത്തും ഖുർആനിലുണ്ട്. ഇത് ഞാൻ വാളേന്തിയ പ്രവാചകൻ എന്ന പ്രഭാഷണത്തിൽ തെളിവ് സഹിതം മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്, പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ പ്രതിഫലം വാങ്ങാത്തവരാണ് ദൂതന്മാർ എന്ന് പറയുന്ന ഈ വാദം പോലും മുഹമ്മദിന് ബാധകമല്ല. കാരണം മുഹമ്മദ് പലതരത്തിലുള്ള പ്രതിഫലം വാങ്ങിയിട്ടുണ്ട്. ഇനി കഥ പറച്ചിൽ കഴിഞ്ഞ് നേരെ ദൃഷ്ടാന്തം പറച്ചിലേക്ക് പോവാണ്. ഞാനേതായാലും ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ള വാക്യങ്ങൾ നമുക്ക് അടുത്ത അധ്യായത്തിൽ തുടരാം.